Today we are going to discuss about ethics in generative AI. അപ്പം ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി പോലത്തെ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന, പിന്നെ ഡോളി പോലത്തെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നൊക്കെ എ ഐ ഇതിന് ഉദാഹരണമാണ്. ഇത് നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ഇപ്പോൾ റൈറ്റിങ്ങിലായാലും ഡിസൈനിങ്ങിനായാലും കോഡിങ്ങിലായാലും ഈവൻ ഇൻ എൻ്റർടൈൻമെൻറ്റ്സിലായാലും എല്ലാത്തിലും നമ്മുടെ ലൈഫ് കുറച്ചുകൂടി നമ്മുടെ പണി കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ജനറേറ്റീവ് എ ഐ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലെല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിനൊരു പോസിറ്റീവ് വശമുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ഇഷ്യൂസ് നമുക്ക് നോക്കാം. അതിലൊന്ന് ബയാസ് ആണ്. അതായത് എ ഐ ഒരു ഡാറ്റ വെച്ചിട്ടാണ് പഠിക്കുന്നത്, ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡാറ്റ ബയാസ്ഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ എ ഐയുടെ ഔട്ട്പുട്ടും എ ഐയുടെ ആൻസറും ബയാസ്ഡ് ആവും. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ ഒരു ജോബ് സെലക്ട് ചെയ്യുന്ന മീൻസ് ഒരു ജോബ് റിക്രൂട്ട് ചെയ്യുന്ന ഒരു എ ഐ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന ഡാറ്റാസിൽ എന്തെങ്കിലും തരത്തിലുള്ള ബയാസ് ഉണ്ടെങ്കിൽ മേ ബി അത് മെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ പ്രിഫറൻസ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിനൊരു ഉദാഹരണമാണ്. പിന്നെ അടുത്തതാണ് ഫേക്ക് കോണ്ടന്റ് ആൻഡ് ഡീപ് ഫേക്സ്. അതായത് എ ഐ ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ന്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ട്രസ്റ്റ് പ്രോബ്ലം വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ കണ്ട ന്യൂസ് നല്ലതാണോ അല്ലെ തെറ്റാണോ എന്ന് നമുക്ക് കറക്റ്റ് വേർതിരിച്ചറിയാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഇതിലുണ്ട്. പിന്നെ അടുത്തതാണ് കോപ്പി റൈറ്റ് ആൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് എ ഐ ജനറേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് അത് ആരുടെ പ്രോപ്പർട്ടിയാണ്. അതായത് എ ഐ ഒരു പെയിന്റിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ ആരാണ്, അതായത് യൂസ് ചെയ്ത പേഴ്സൺ ആണോ, മേ ബി അത് ഡെവലപ്പ് ചെയ്ത കമ്പനി ആണോ എന്നൊക്കെ ഉള്ളത് അതിലൊരു ഇഷ്യൂ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഉള്ളതാണ് പ്രൈവസി ഇഷ്യൂസ്. അതായത് എ ഐ ട്രെയിനിങ്ങിൽ പേഴ്സണൽ ഡാറ്റ ലീക്ക് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. എ ഐ ആക്സിഡന്റലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള സാധ്യത ഇതിൻ്റെ ഒരു എത്തിക്കൽ പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ജോബ് പ്രോബ്ലംസ്. അതായത് എ ഐ കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ റൈറ്റേഴ്സ്, ഡിസൈനേഴ്സ്, ഡെവലപ്പേഴ്സ് ഇവരൊക്കെ ജോബിൽ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് പറയാം. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും ജോലി പോയതൊക്കെ ആയിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളതാണ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. അതായത് എ ഐ തെറ്റായ ഒരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇതിന് ആൻസറബിൾ, അതായത് യൂസർ ആണോ, മേ ബി കമ്പനി ആണോ, അല്ലെങ്കിൽ ഡെവലപ്പർ ആണോ, ക്ലിയർ ആയിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഇതിൻ്റെ ഒരു എത്തിക്കൽ പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് ഇനി നോക്കാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ റൂൾസ് ആൻഡ് ലോസ് ആണ്. അതായത് ഗവൺമെന്റ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവരണം ഇതിന്റെ കാര്യത്തിൽ, എന്നാലേ ഇത് നല്ല രീതിയിൽ പോകത്തുള്ളൂ. പിന്നെ ബയാസ് കുറയ്ക്കുക. അതായത് കുറച്ചുകൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ബയാസിന്റെ ഇഷ്യൂസ് പോയി കിട്ടും. പിന്നെ എ ഐ ട്രാൻസ്പെറൻസി. അതായത് എ ഐ ജനറേറ്റഡ് എന്നുള്ള ഒരു ലേബൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറൊക്കെ ഇപ്പം ഒറിജിനാലിറ്റി തോന്നി, കാരണം എ ഐ ആണ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നം മാറിക്കിട്ടും. പിന്നെ ഹ്യൂമൻ സൂപ്പർവിഷൻ. അതായത് എ ഐ എന്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ മെയ്ഡ് ആയിരിക്കണം, ഹ്യൂമന്റെ കൺട്രോളിലായിരിക്കണം. പിന്നെ അടുത്തത് അവയർനെസ്. അതായത് യൂസേഴ്സും സ്റ്റുഡൻസും എ ഐ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ പറ്റും. ഇനി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. നമ്മളിത് നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റി ഇംപ്രൂവ് ആവും. പക്ഷേ അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രസ്റ്റ്, പ്രൈവസി, ജോബ് എല്ലാം എഫക്റ്റ് ആവും. ജോബ് സെക്ടറിലൊക്കെ കുറേ ജോലിയൊക്കെ പോകുന്നതൊക്കെ ഇതിൻ്റെ ഒരു മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലേക്ക് എ ഐ വളരുന്നത് ഒരു നല്ല കാര്യമല്ല. അപ്പം അതുപോലെ തന്നെ എ ഐ റൂൾസും എ ഐൻ്റെ എത്തിക്സും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഈ എ ഐ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ സൊസൈറ്റീനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം എ ഐ സ്മാർട്ട് വിത്തൗട്ട് എത്തിക്സ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.